ഹലോ എവരി വൺ, എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയിൽ കപ്പാസിറ്ററുകൾ എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് യാതൊരു പ്രയോജനമില്ല, ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്, ഈ കപ്പാസിറ്ററുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ സംസാരിച്ച് നവയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കപ്പാസിറ്ററുകൾക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അവയിൽ ചിലത് നമുക്കിന്ന് മനസ്സിലാക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കപ്ലിംഗ് കപ്പാസിറ്ററുകളെ പറ്റിയിട്ടാണ്. അതായത് കപ്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളാണ് കപ്ലിംഗ് കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഡീകപ്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കപ്പാസിറ്ററുകളെ നമ്മൾ ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പവർ സപ്ലൈ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പവർ സപ്ലൈ ഫിൽറ്റർ കപ്പാസിറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സിഗ്നലുകളെ ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കപ്പാസിറ്ററുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനെ സിഗ്നൽ ഫിൽറ്റർ കപ്പാസിറ്ററുകൾ എന്നാണ് പറയുന്നത്. ഈ സിഗ്നൽ ഫിൽറ്റർ കപ്പാസിറ്ററുകൾ എന്ന് പറയുമ്പോൾ RC ഫിൽറ്റർ കപ്പാസിറ്ററുകൾ എന്ന് വേണമെങ്കിലും പറയാം. അതായത് നമ്മൾ മുന്നോട്ട് പോകുന്ന വീഡിയോസിനകത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫിൽറ്ററുകളെ പറ്റി പഠിക്കുന്നതായിട്ടുണ്ട്. അതായത് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, നോച്ച് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിൽറ്ററുകളെ പറ്റി പഠിക്കുന്ന സമയത്ത് ഫിൽറ്റർ കപ്പാസിറ്ററുകളെ പറ്റി അതെങ്ങനെയാണ് വാല്യൂ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സ്റ്റേ ട്യൂൺ വിത്ത് മീ. ഇപ്പൊ നമുക്ക് കപ്ലിംഗ് കപ്പാസിറ്ററുകളെ പറ്റി മനസ്സിലാക്കാം. ആക്ച്വലി എന്താണ് കപ്ലിംഗ് കപ്പാസിറ്റർ? അത് നമുക്കൊരു സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാം. നിരവധി സർക്യൂട്ടുകളിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കപ്പാസിറ്ററുകൾ കാണാനായിട്ട് സാധിക്കും. ഇതാ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ശരിയല്ലേ? ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററുകളെയാണ് കപ്ലിംഗ് കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ രണ്ട് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സ്റ്റേജ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ ഫസ്റ്റ് ആംപ്ലിഫയർ സ്റ്റേജ് എന്നും ഇതിനെ സെക്കൻഡ് ആംപ്ലിഫയർ സ്റ്റേജ് എന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഈ സർക്യൂട്ടിന്റെ ഒരു പ്രവർത്തനം ഞാൻ വിശദീകരിച്ചിരിക്കുകയാണെങ്കിൽ, ഇതൊരു മൈക്രോഫോണാണ്. ഈ മൈക്രോഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ വേരിയേഷൻസ്, AC സിഗ്നൽസിനെ മാത്രം ഇതിന്റെ ബേസിലേക്ക് കടത്തിവിടുകയും ഈ ബേസിൽ ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻസിനനുസരിച്ചിട്ട് ഇതിന്റെ കളക്ടർ കറണ്ട് വേരി ആവുകയും ആ വേരിയേഷൻസ് മാത്രം, അതായത് AC മാത്രമേ ഇത് കടത്തിവിടുകയുള്ളൂ, DC ബ്ലോക്ക് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിനെയും സെക്കൻഡ് സ്റ്റേജിനെയും കണക്ട് ചെയ്യുന്നതിന്, അതായത് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കപ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റേജിനെയും സെക്കൻഡ് സ്റ്റേജിനെയും കപ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കപ്പാസിറ്റർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതായത് രണ്ട് സ്റ്റേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കപ്പാസിറ്ററുകളാണെങ്കിൽ അവ കപ്പാസിറ്റർ കപ്പിൾഡ് ആയിരിക്കും. ഇൻഡക്ടറുകളാണെങ്കിൽ ഇൻഡക്ടർ കപ്പിൾഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കപ്ലിംഗ് കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ കപ്പിൾ ചെയ്യുകയാണല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, AC സിഗ്നലിനെ മാത്രം, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും സെക്കൻഡ് സ്റ്റേജിലേക്ക് AC സിഗ്നലുകൾ മാത്രം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി, അതായത് ഈ കപ്പാസിറ്ററുകൾ DCയെ ബ്ലോക്ക് ചെയ്യും, ACയെ ബൈപ്പാസ് ചെയ്യും എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളിവിടെ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ചു തരുന്നതാണ്. ഫുള്ള് ഡീപ്പായിട്ട് കപ്പാസിറ്റർ വാല്യൂ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കപ്പാസിറ്ററുകളാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇതാണ് കപ്ലിംഗ് കപ്പാസിറ്ററുകൾ. വ്യക്തമായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകളാണ്. അതായത് ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള നോർമലി ഒരു സർക്യൂട്ടിന്റെ ICകൾ ഉണ്ടാവും, ഇല്ലേ? അതായത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനെ പറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന്റെ പിൻ നമ്പർ എങ്ങനെയാണ് നോക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു IC, അതായത് ഒരു ട്രാൻസിസ്റ്ററുകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു IC, ആ ICയുടെ അടുത്തായിട്ട് ഇതേപോലെ കുറെ കപ്പാസിറ്ററുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന കപ്പാസിറ്ററുകളെയാണ് ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണുന്നത് പോലെ നോയിസുകൾ ഈ പവർ സപ്ലൈയിൽ ഉണ്ടാകും. അതായത് ഈ ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ പൊതുവെ പോസിറ്റീവ്, അതായത് പവർ സപ്ലൈക്ക് എക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത് പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന ഹൈ ഫ്രീക്വൻസി നോയിസുകളെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഹൈ ഫ്രീക്വൻസി നോയിസുകളെ സപ്രസ് ചെയ്യുക, അതായത് ഇവിടെ വരുന്ന ഹൈ ഫ്രീക്വൻസി നോയിസുകളെ ഇതിങ്ങനെ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടുകയും ഇവിടെ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു DC ലഭിക്കുകയും ചെയ്യും. ഈ പോയിന്റുകളിൽ ആ DC ലഭിക്കുമ്പോഴത്തേക്കും ഈ ICക്ക് വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കപ്പാസിറ്ററുകൾ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള ചെറിയ റിപ്പിൾ നോയിസ്, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ 3 ഡിഫറെന്റ് വാല്യൂസിലുള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ 10 മൈക്രോഫാരഡ് ആണ്, ഇവിടെ 1 മൈക്രോഫാരഡ്, 0.1 മൈക്രോഫാരഡ് ആണ്, ഇവിടെ 0.1 മൈക്രോഫാരഡ് ആണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫ്രീക്വൻസികൾ ഉണ്ടാകും അല്ലെ. അങ്ങനെയുള്ള ഡിഫറെന്റ് ഫ്രീക്വൻസികളെ നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയെ മാത്രം സ്റ്റേബിൾ ആയിട്ട് നിർത്തിക്കൊണ്ട് മറ്റു ഫ്രീക്വൻസികളെ, ഹൈ ഫ്രീക്വൻസികളെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ബൈപ്പാസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് വാല്യൂസിലുള്ള കപ്പാസിറ്ററുകൾ ഇതിന് ICക്ക് പാരലായിട്ട് ICയുടെ പിന്നുകളുടെ അടുത്തായിട്ട് പവർ സപ്ലൈക്ക് പാരലായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും കണക്ട് ചെയ്യുന്നത്. ഈ ഹൈ ഫ്രീക്വൻസി റിപ്പിളുകളെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യുന്നത് വഴി ICക്ക് കൂടുതൽ സ്മൂത്തായ DC ലഭിക്കുകയും അതുവഴി ICക്ക് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഈ IC വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ലോഡ് എടുക്കുന്ന സമയത്ത് ഈ ICയുടെ ടെർമിനൽ പൊട്ടൻഷ്യലുകൾ, ഈ ടെർമിനൽ പൊട്ടൻഷ്യലുകൾ VCC ഗ്രൗണ്ട്, ഈ ടെർമിനൽ പൊട്ടൻഷ്യലുകൾ അല്ലെങ്കിൽ വോൾട്ടേജുകൾ കുറയാൻ സാധ്യതയുണ്ട്. അത് പ്രിവെന്റ് ചെയ്യുന്നതിന് കൂടിയാണ് ഈ കപ്പാസിറ്ററുകൾ സഹായിക്കുന്നുണ്ട്. അതായത് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പവർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് സാധ്യമാകുന്നത്. ആ സമയത്ത് കപ്പാസിറ്ററിന്റെ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ സാധ്യമാകുന്നത്. ആ ഒരു സമയത്ത് ഈ കപ്പാസിറ്ററുകൾ ഒരു ടെമ്പററി പവർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ICക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി പവർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ 2 ഫങ്ഷൻസ് ആണ് ഈ ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഹൈ ഫ്രീക്വൻസി നോയിസ് വിത്തൗട്ട് കപ്പാസിറ്ററുകളാണ് അതായത് ICയുടെ ടെർമിനലുകളിൽ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ICയുടെ ടെർമിനലുകളിലെ നോയിസ് കപ്പാസിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള നോയിസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് എത്രമാത്രം ICയുടെ പിന്നുകളുടെ അടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുമോ അത്രയും പിന്നുകളിലോട് അടുപ്പിച്ച് വെക്കണം. അതായത് അടുപ്പിച്ച് നമ്മൾ പ്ലേസ് ചെയ്യണം. അത് PCB ഡിസൈനിങ്ങിന്റെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്നാലും ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം ഓർത്തിരിക്കുക. ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് IC പിന്നിന്റെ അടുത്തായിരിക്കണം ഇവ പ്ലേസ് ചെയ്യേണ്ടത്. IC പിന്നുകളിൽ നിന്നും എത്രമാത്രം ദൂരം കൂടുന്നോ അത്രമാത്രം നോയിസ് ഈ സർക്യൂട്ടിനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ലെസ് എഫക്റ്റീവ് ആയിരിക്കും അതിന്റെ ഫംഗ്ഷൻ. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ നമ്മൾ ഈ പിന്ന് ICയുടെ പിന്നുകളിൽ നിന്ന് ദൂരെയാണ് പ്ലേസ് ചെയ്യുന്നത്. ദൂരെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ICയുടെ പിന്നുകളിൽ നിന്ന് നീണ്ട ട്രാക്ക് ഈ കപ്പാസിറ്ററുകളിലേക്ക്, അതായത് ഒരു നീണ്ട കണ്ടക്ടറുകൾ ഈ കപ്പാസിറ്ററിന്റെ ടെർമിനൽസിലേക്ക് പോകും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നോയിസിനെ ബൈപ്പാസ് ചെയ്യുകയില്ല. അതായത് ഇതിന്റെ ഫംഗ്ഷൻ, വർക്കിംഗ് ഫംഗ്ഷൻ ലെസ് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ജനറലി എല്ലാ ICകൾക്കും ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്റർ എങ്കിലും മിനിമം ആഡ് ചെയ്തിരിക്കണം. ഗുഡ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് അഭികാമ്യം. സ്വാഭാവികമായിട്ടും 10 മൈക്രോഫാരഡ്, 0.1 മൈക്രോഫാരഡ് അങ്ങനെ ഡിഫറെന്റ് വാല്യൂസിലുള്ള കപ്പാസിറ്ററുകളാണ് ജനറലി നമ്മൾ ഈ സർക്യൂട്ടിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇത് നോയിസിനെ ബൈപ്പാസ് ചെയ്യുന്നതിന്, ഇതും ലോ ഫ്രീക്വൻസി നോയിസിനെ ബൈപ്പാസ് ചെയ്യുന്നതിനും, അതായത് നമ്മുടെ പവർ സപ്ലൈയിൽ നോയിസുകളൊക്കെ ഉണ്ടാവും, അതിനെല്ലാം ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി പരിചയപ്പെടാം. അതായത് പവർ സപ്ലൈ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളാണ് ഫിൽറ്റർ കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് വിത്ത് ആനിമേഷൻ. സോ ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ നിങ്ങൾക്ക് യൂസ് ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ
ഇന്നത്തെ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.